നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമൂഹത്തിൽ ആരും തുറന്നു സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത, എന്നാൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് ദാമ്പത്യങ്ങളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പല പുരുഷന്മാരും സ്വന്തം മനസ്സിലെ ഇരുട്ടറകളിൽ മാത്രം സൂക്ഷിക്കുന്ന, പുറത്താരോടും പറയാൻ കഴിയാത്ത ഒരു വലിയ രഹസ്യമാണിത്. ഒരു പുരുഷന് സ്വന്തം ഭാര്യയോട് ജീവനേക്കാൾ വലിയ സ്നേഹമായിരിക്കും. അവൾക്കൊരസുഖം വന്നാൽ അയാൾ രാപ്പകൽ ഉറങ്ങാതെ കൂട്ടിരിക്കും. അവൾക്കു വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ അയാൾ തയ്യാറായിരിക്കും. അവളെ അയാൾക്ക് വലിയ ബഹുമാനമാണ്. എന്നാൽ രാത്രി കിടപ്പുമുറിയിലേക്ക് വരുമ്പോൾ ആ ഭർത്താവിന് ഭാര്യയോട് യാതൊരുവിധ ശാരീരിക ആകർഷണവും ഫിസിക്കൽ അട്രാക്ഷനും തോന്നുന്നില്ലെങ്കിലോ, ഭാര്യ ഒരു സ്പർശനത്തിനു വേണ്ടി കൊതിക്കുമ്പോൾ ഭർത്താവ് ക്ഷീണം നടിച്ച് തിരിഞ്ഞുകിടന്നുറങ്ങുന്നു. എന്നാൽ ഇതേ ഭർത്താവ് വഴിയിലൂടെ പോകുന്ന അപരിചിതയായ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ അശ്ലീല ചിത്രങ്ങളിലോ നോക്കുമ്പോൾ വല്ലാത്ത കാമവും ആസക്തിയും അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? സ്വന്തം ഭാര്യയോട് തോന്നാത്ത വികാരം യാതൊരു ബന്ധവുമില്ലാത്ത മറ്റു സ്ത്രീകളോട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ പുരുഷൻ ഒരു മോശം മനുഷ്യനായതുകൊണ്ടാണോ? അല്ല. ഇവിടെയാണ് പുരുഷ മനഃശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ മെഡോണ ഹോർ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യ ചാണക്യൻ ഈ മാനസികാവസ്ഥയെക്കുറിച്ചും അത് വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചാണക്യനീതിയുടെ അടിസ്ഥാന ശിലകളിലൊന്ന് മാതൃവത് പരദാരേഷു എന്നതാണ്. അതായത് സ്വന്തം ഭാര്യയൊഴികെ ലോകത്തുള്ള മറ്റെല്ലാ സ്ത്രീകളെയും അമ്മയെപ്പോലെ കാണുക. എന്നാൽ ഇന്നത്തെ പല പുരുഷന്മാരും ചെയ്യുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ്. അവർ സ്വന്തം ഭാര്യയെ ഒരമ്മയെപ്പോലെയോ അല്ലെങ്കിൽ പൂജാമുറിയിലെ ദേവതയെപ്പോലെയോ കാണുകയും പുറത്തുള്ള സ്ത്രീകളെ കാമത്തോടെ നോക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്റെ തലച്ചോറിന് ഇങ്ങനെയൊരു തകരാറ് സംഭവിക്കുന്നത്? അതിന് കാരണം നമ്മുടെ സമൂഹവും നമ്മൾ കണ്ടുവളർന്ന ചുറ്റുപാടുകളുമാണ്. ചെറുപ്പം മുതൽ പുരുഷനെ പഠിപ്പിക്കുന്നത് നല്ല സ്ത്രീകൾ അടക്കവും ഒടുക്കവുമുള്ളവരാണ്, അവർക്ക് ലൈംഗിക താൽപ്പര്യങ്ങളൊന്നുമില്ല, അവർ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ത്യാഗത്തിന്റെ പ്രതീകങ്ങളാണ് എന്നാണ്. മറുവശത്ത് മോശം സ്ത്രീകൾ മാത്രമേ ലൈംഗികത ആസ്വദിക്കൂ എന്നും പഠിപ്പിക്കുന്നു. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നത് അയാൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, കുലീനയായ ഒരു സ്ത്രീയെയാണ്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവർക്കിടയിൽ വലിയ ആകർഷണമുണ്ടാകും. എന്നാൽ ഭാര്യ ഗർഭിണിയാകുന്നതോടെ അല്ലെങ്കിൽ അവളൊരമ്മയാകുന്നതോടെ പുരുഷന്റെ മനസ്സിൽ അവളുടെ സ്ഥാനം മാറുന്നു. അവൾ അയാളുടെ കുട്ടികളുടെ അമ്മയാണ്, കുടുംബത്തിന്റെ വിളക്കാണ്, പവിത്രയായവളാണ്. ഈ പവിത്രത അവളിൽ ആരോപിക്കപ്പെടുമ്പോൾ പുരുഷന്റെ ഉപബോധ മനസ്സ് അവളോടൊരു കാര്യം പറയുന്നു: ഇവൾ പരിശുദ്ധയാണ്, ഇവളോട് മൃഗീയമായ കാമം തോന്നുന്നത് പാപമാണ്, ഇവളെ കിടപ്പുമുറിയിൽ ഒരു കാമുകിയെപ്പോലെ പരിഗണിക്കുന്നത് തെറ്റാണ്. ഈയൊരു അനാവശ്യ കുറ്റബോധം കാരണം അയാൾ പതുക്കെ പതുക്കെ ഭാര്യയിൽ നിന്നും ശാരീരികമായി അകലുന്നു. സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, പക്ഷേ വികാരമില്ല. എന്നാൽ പുരുഷന്റെ ഉള്ളിലെ ശാരീരികമായ ചോദനകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് തീർക്കാൻ അയാൾ എന്തു ചെയ്യും? അയാൾ അബോധപൂർവമായി താൻ ബഹുമാനിക്കാത്ത, തനിക്ക് സ്നേഹമില്ലാത്ത മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്നു. അത് ചിലപ്പോൾ മറ്റു വഴിവിട്ട ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ പോൺ വീഡിയോകളിലേക്കുള്ള അഡിക്ഷനാകാം. ഫോണിലെ സ്ക്രീനിൽ കാണുന്ന സ്ത്രീയോട് അയാൾക്ക് സ്നേഹമില്ല, ബഹുമാനമില്ല. അതുകൊണ്ടുതന്നെ അവളോട് കാമം തോന്നാൻ അയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ല. തന്റെ ഭാര്യയോട് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അയാൾ പുറത്തുള്ളവരിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതാ പുരുഷന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇതൊരു കുടുംബത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കുന്ന വലിയൊരു തീപ്പൊരിയാണ്. ചാണക്യൻ പറയുന്നു, മനുഷ്യജീവിതം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 തൂണുകളിൽ നിൽക്കുന്നതാണ്. ഇതിൽ കാമത്തെ, ശാരീരിക വികാരത്തെ സ്വന്തം ഭാര്യയിൽ കണ്ടെത്താൻ കഴിയാത്തവൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അവൻ പുറത്തതന്വേഷിച്ചു പോകുകയും അവസാനം തന്റെ ധനവും മാനവും സമാധാനവും നശിപ്പിച്ച് സ്വയം ഇല്ലാതാവുകയും ചെയ്യുന്നു. ചാണക്യന്റെ ഈ വാക്കുകൾ എത്ര സത്യമാണെന്ന് നോക്കൂ. വിവാഹബന്ധത്തിനു പുറത്തുള്ള ഏതു ശാരീരിക ബന്ധവും ഒരു പുരുഷന്റെ പതനത്തിന്റെ തുടക്കമാണ്. രാവണന് പണമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പണ്ഡിതനായിരുന്നു. പക്ഷേ കാമത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ മറ്റൊരവളായ സീതയെ മോഹിച്ചപ്പോൾ അയാളുടെ സാമ്രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലായി. ഇന്ന് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാണുന്നതും നിങ്ങൾ രഹസ്യമായി ആഗ്രഹിക്കുന്നതും ആ സീതമാരെ തന്നെയാണ്. ഈ അവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതാരാണ്? അതാ പുരുഷന്റെ ഭാര്യയാണ്. ചാണക്യൻ പറയുന്നു, ഭാര്യയുടെ കണ്ണുനീർ വീഴുന്ന വീടൊരിക്കലും ഗതി പിടിക്കില്ല, അവിടെ ഐശ്വര്യദേവത നിൽക്കില്ല. രാത്രികളിൽ ഭർത്താവിന്റെ ഒരൽപ്പം സ്നേഹമുള്ള തലോടലിനു വേണ്ടി അവൾ കാത്തിരിക്കും. എന്നാൽ അയാൾ തിരിഞ്ഞുകിടന്നുമ്പോൾ അവളുടെ നെഞ്ചിലുണ്ടാകുന്ന വിങ്ങൽ ആർക്കും മനസ്സിലാകില്ല. അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് സ്വന്തം ശരീരത്തെ നോക്കിക്കറിയും, എനിക്ക് സൗന്ദര്യം പോയോ, എനിക്ക് പ്രായമായോ?
പ്രസവിച്ചതുകൊണ്ടാണോ എന്റെ ശരീരത്തിന് ഭംഗി പോയത്, അതുകൊണ്ടാണോ എന്നെ അയാൾക്ക് വേണ്ടാത്തത് എന്നവൾ ചിന്തിക്കും. അവളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നുപോകും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവളെ ശാരീരികമായി ആഗ്രഹിക്കുന്നില്ല എന്നത് അവളുടെ അസ്തിത്വത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രഹരമാണ്. അവൾ പതുക്കെ ഡിപ്രഷനിലേക്ക് വീഴും, അകാരണമായി ദേഷ്യപ്പെടാൻ തുടങ്ങും, വീട്ടിലെപ്പോഴും വഴക്കുണ്ടാകും. ഭർത്താവാകട്ടെ, ഞാൻ നിനക്കെല്ലാം വാങ്ങിത്തരുന്നില്ലേ, നിന്നെ സ്നേഹിക്കുന്നില്ലേ, നിന്നെ ഞാൻ ദേവിയെപ്പോലെയല്ലേ നോക്കുന്നത്, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചവളെ കുറ്റപ്പെടുത്തും. സ്നേഹമെന്നത് വെറും പണം കൊടുക്കലോ വാങ്ങി നൽകലോ ദേവിയാക്കലോ മാത്രമല്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ശരീരവും തമ്മിലുള്ള വികാരങ്ങൾ പങ്കുവയ്ക്കുന്ന ആഴത്തിലുള്ള ബന്ധമില്ലാത്ത ദാമ്പത്യം വെറുമൊരു കോംപ്രമൈസ് മാത്രമാണ്. സുഹൃത്തെ, നിങ്ങളിൽ ഈ പ്രശ്നമുണ്ടെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമതായി, നിങ്ങളുടെ മനസ്സിലെ ആ വേർതിരിവില്ലാതാക്കുക. സ്ത്രീകൾ ഒന്നുകിൽ ദേവത അല്ലെങ്കിൽ വേശ്യ എന്ന ഈ ചിന്ത ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. സ്ത്രീ എന്നത് രക്തവും മാംസവുമുള്ള വികാരങ്ങളുള്ള മനുഷ്യനാണ്. നിങ്ങളുടെ ഭാര്യ ഒരു അമ്മയാണ്, ശരിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, അതും ശരിയാണ്. എന്നാൽ ബെഡ്റൂമിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അവൾ വെറുമൊരു അമ്മയോ കുടുംബിനിയോ അല്ല. അവൾ നിങ്ങളുടെ പ്രണയിനിയാണ്, നിങ്ങളുടെ ജീവന്റെ പാതിയാണ്. അവൾക്കും നിങ്ങളെപ്പോലെ തന്നെ രഹസ്യമായ ആഗ്രഹങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. നല്ല സ്ത്രീകൾക്ക് ലൈംഗിക താൽപ്പര്യം ഉണ്ടാകില്ല എന്നത് സമൂഹമുണ്ടാക്കി വച്ച പച്ചക്കള്ളമാണ്. സത്യത്തിൽ ശരിയായ മാനസിക അടുപ്പം ലഭിച്ചാൽ ഒരു സ്ത്രീക്ക് പുരുഷനേക്കാൾ 100 ഇരട്ടി തീവ്രതയോടെ പ്രണയിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയും. വാത്സ്യായന മഹർഷിയുടെ കാമസൂത്രയിലും ചാണക്യനീതിയിലും പറയുന്നത്, സ്വന്തം ഭാര്യയോടൊപ്പം എല്ലാവിധ കലകളും ആസ്വദിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്നാണ്. അതിൽ തെറ്റില്ല, പാപമില്ല. നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ ആഗ്രഹിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ല, മറിച്ച് അതവൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. രണ്ടാമത്തെ പരിഹാരം, ചാണക്യൻ പറഞ്ഞ ആ സുവർണ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ്. മാതൃവത് പരതാരേഷു. നിങ്ങളുടെ ഭാര്യയൊഴികെ നിങ്ങൾ കാണുന്ന സകല സ്ത്രീകളെയും അമ്മയായോ സഹോദരിയായോ മാത്രം കാണാൻ ശീലിക്കുക. നിങ്ങളുടെ കണ്ണുകളിലെ ആ കാമം, നിങ്ങളുടെ ശരീരത്തിലെ ആ ഊർജം മുഴുവൻ ഒരൊറ്റ സ്ത്രീക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം. മൂന്നാമത്തെ കാര്യം, ഈ അശ്ലീല വീഡിയോകൾ കാണുന്ന ശീലം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നതാണ്. ഈ മൊബൈൽ ഫോണിലെ വീഡിയോകൾ നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമൈൻ സിസ്റ്റത്തെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. സ്ക്രീനിൽ കാണുന്ന കൃത്രിമമായ ശരീരങ്ങളും അഭിനയിക്കുന്ന സ്ത്രീകളും ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അത് കണ്ട് ശീലിച്ച നിങ്ങളുടെ തലച്ചോറിന് സ്വന്തം ഭാര്യയുടെ സ്വാഭാവികമായ ശരീരത്തോട് പ്രതികരിക്കാൻ കഴിയാതെ വരുന്നു. ഇതിനെയാണ് വൈദ്യശാസ്ത്രം പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ വിഷം തലച്ചോറിലേക്ക് കയറ്റുന്നത് നിർത്തിയാൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്വാഭാവികമായ വികാരങ്ങൾ തിരികെ വരും. അപ്പോൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായി തോന്നും. നാലാമത്തെ കാര്യം, ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും പുരുഷന്മാർ വിചാരിക്കുന്നത് കിടപ്പുമുറിയിൽ വെച്ച് പെട്ടെന്ന് തുടങ്ങുന്നതാണ് ശാരീരിക ബന്ധമെന്നാണ്. എന്നാൽ സ്ത്രീകളുടെ തലച്ചോറ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പുരുഷന്മാരുടേത് പെട്ടെന്ന് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി പോലെയാണെങ്കിൽ സ്ത്രീകളുടേത് പതുക്കെ ചൂടാകുന്ന ഒരു ഓവൻ പോലെയാണ്. അവർക്ക് രാവിലെ മുതൽ നിങ്ങളുടെ സ്നേഹവും പരിഗണനയും ആവശ്യമാണ്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പുറകിൽ വന്നൊന്ന് കെട്ടിപ്പിടിക്കുന്നത്, അവൾ വിഷമിച്ചിരിക്കുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്, അവളുടെ ജോലികളിൽ സഹായിക്കുന്നത്, ഇതെല്ലാം അവളിൽ ഓക്സിറ്റോസിൻ എന്ന സ്നേഹത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ മാനസിക സുരക്ഷിതത്വം കിട്ടിയാൽ മാത്രമേ അവൾക്ക് നിങ്ങളോട് ശാരീരികമായി പൂർണ്ണമായി സഹകരിക്കാൻ കഴിയൂ. അഞ്ചാമതായി, ഭാര്യയെ പഴയ കാമുകിയായി കാണാൻ ശ്രമിക്കുക. വിവാഹത്തിനു മുൻപ് നിങ്ങൾ അവളെ കാണാൻ പോയിരുന്ന സമയങ്ങൾ ഓർക്കുക. അന്ന് അവൾക്ക് വേണ്ടി നിങ്ങൾ എത്ര കാത്തിരുന്നിട്ടുണ്ട്. ഇന്ന് അവൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ വില മനസ്സിലാകുന്നില്ല. ലഭ്യത കൂടുമ്പോൾ വില കുറയുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ആ വില കുറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വീടിനു പുറത്തേക്ക് അവളെ കൊണ്ടുപോകുക. കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം പഴയതുപോലെ ഒരു സിനിമയ്ക്ക് പോകുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ആ പഴയ ദിവസങ്ങൾ തിരികെ കൊണ്ടുവരിക. അവൾ എന്നും അടുക്കളയിലെ വേഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവളല്ല. അവൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അവൾക്ക് വാങ്ങി നൽകുക. കിടപ്പുമുറിയിലെ വിരസത മാറ്റാൻ ഇരുവരും മുൻകൈയെടുക്കുക. സുഹൃത്തെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. വിവാഹമെന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു കരാറല്ല, അതൊരു ആത്മീയമായ കൂടിച്ചേരലാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന താൽക്കാലിക സുഖങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല. പുറത്തുള്ള സ്ത്രീയോട് നിങ്ങൾക്ക് തോന്നുന്നത് വെറുമൊരു മൃഗീയമായ വികാരം മാത്രമാണ്. ആ വികാരം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശൂന്യതയാണ്, വലിയ കുറ്റബോധമാണ്.
എന്നാൽ സ്വന്തം ഭാര്യയെ സ്നേഹിച്ചുറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വല്ലാത്തൊരു സമാധാനമാണ്. ആ സമാധാനം ലോകത്ത് കോടികൾ കൊടുത്താൽ പോലും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. സ്വന്തം ഭാര്യയുടെ കണ്ണുനീർ വീഴുന്ന വീട് ഒരു നരകമായി മാറും എന്ന് ചാണക്യൻ പറഞ്ഞത് വെറുതെയല്ല. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനമെന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യമാണ്. അത് വെറും വാക്കുകൾ കൊണ്ടുള്ള ഐക്യമല്ല, മറിച്ച് ശരീരവും മനസ്സും കൊണ്ടുള്ള ഐക്യമാണ്. നിങ്ങൾ അവളെ ഒരു ദേവതയാളി കണ്ട് പൂജിക്കണ്ട, മറിച്ച് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, നിങ്ങളുടെ കാമവും സ്നേഹവും ഒരുപോലെ അർഹിക്കുന്ന ഒരു പ്രണയിനിയായി കാണുക. നിങ്ങളുടെ ദാമ്പത്യം ഒരു സ്വർഗമായി മാറും. നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുകളിൽ സന്തോഷം നിറയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം ഇരട്ടിക്കും. ആരും ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണരല്ല. നിങ്ങളുടെ മനസ്സിലെ ഈ തെറ്റായ ചിന്താഗതികളെ ഇന്ന് തന്നെ വലിച്ചെറിയുക. ഒരു പുതിയ മനുഷ്യനായി, ചാണക്യൻ പറഞ്ഞ ആ യഥാർത്ഥ പുരുഷനായി നിങ്ങളുടെ ഭാര്യയുടെ മുന്നിലേക്ക് ചെല്ലുക. അവളുടെ കൈകളിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി പറയുക, "നീ എനിക്ക് പഴയതിനേക്കാൾ പ്രിയപ്പെട്ടവളാണ്" എന്ന്. ആ വാക്കുകൾ മതി അവളുടെ ലോകം മാറ്റിമറിക്കാൻ, നിങ്ങളുടെ മരിച്ചുപോയ ദാമ്പത്യം ഉയിർത്തെഴുന്നേൽക്കാൻ. നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ജയിക്കുക, കീഴടക്കുക.